അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ ഭർത്താവ് വിളിച്ച ആ കാര്യം അറിഞ്ഞ് ഷെറീന ശരിക്കും ഞെട്ടി. എന്താ ഞാനീ കേൾക്കണത്? ഇരട്ട കുട്ടികളോ? സെമീറാക്കോ? ഏയ്, അതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ഈ സമയം റാഹില റാഹില നിനക്ക് എന്താ പണി? ഇത്താത്ത, ഞാൻ എൻ്റെ ഈ ചുരിദാർ ഒന്ന് തയ്ക്കായിരുന്നു. ഇത് ചെറുതായിട്ട് തുന്നി വിട്ടിട്ടുണ്ട്. ഓ, പിന്നെ ഈ അറിഞ്ഞോ? എന്ത്? അതെ, എൻ്റെ നാത്തൂൻ പറ്റിക്കണെന്ന്. നാത്തൂനോ? ഏത്? അനക്ക് എത്ര നാത്തൂനാടി ഉള്ളത്? രണ്ടുപേരുണ്ടായിരുന്നല്ലോ, സമീറയും റസിയയും. രണ്ടാളും നാസർക്കാക്ക് പറ്റാത്തതുകൊണ്ടല്ലേ. എന്താ ചെയ്യുക, അയാളുടെ സ്വഭാവം കൊണ്ട് ആരെങ്കിലും നിൽക്കുമോ? എന്നാലേ ഇത് പറ്റിയത് വേറെ ആരുമല്ല, നമ്മൾ മച്ചി എന്ന് വിളിച്ച് പുറത്താക്കിയില്ലേ സമീറ എന്ന് പേരുള്ള പെണ്ണ്, അവളാണ് പ്രസവിച്ചത്. 2 കുട്ടികളാണത്രേ. ആണോ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ. എന്താടി നീ അങ്ങനെയൊക്കെ പറയുന്നത്? ഇവിടുന്ന് എൻ്റെ ആങ്ങളുടെ അടുത്തുനിന്ന് ഇറക്കി വിട്ട ആ പെണ്ണിന് ഗർഭിണിയായപ്പോൾ നിനക്കെന്തത്ര സന്തോഷം? എനിക്ക് ദേഷ്യമാണ് തോന്നുന്നത്. അതെ എൻ്റെ പൊന്നാരിത്ത, നിങ്ങളുടെ മനസ്സ് ഇനിയും മാറാനായിട്ടില്ലേ? ആ ഉസ്താദിൻ്റെ ക്ലാസ് ഒന്ന് കേട്ട് നോക്ക്. അതിനുശേഷം ഞാൻ ചെയ്ത തെറ്റുന്നൊക്കെ ഞാൻ പൊറുക്കലിനെ തേടിയിട്ടുണ്ട്. ഓ, എപ്പോഴും എൻ്റെ ഒരു ഉസ്താദും ക്ലാസ്സും. അതെ, ആ ഉസ്താദാണേ നമ്മുടെ സെമീറാനെ കെട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ല സുഖസുന്ദരമായ ജീവിതമാണ് അവൾക്കുള്ളത്. ഒരിക്കൽ പോലും അവൾക്കൊരു വിഷമം ഉണ്ടാവില്ല. പിന്നെ അതുമല്ല, പുത്തൻ വീട് തറവാട്ടിൽ നിന്നല്ലേ അവളെ കെട്ടിച്ചു വിട്ടത്. അതുകൊണ്ടേ അവൾക്ക് നല്ല സുഖവും സമാധാനമായിരിക്കും. എൻ്റെ പൊന്നാരൻ്റെ റായിൽ അജിത് പറയല്ല എന്നോട്. നിനക്കതിനെ കുറിച്ച് കേൾക്കേ വേണ്ട. താത്ത, നിങ്ങൾക്കെങ്കിലും നന്നായിക്കൂടെ? ഞാൻ എത്ര ദിവസമായി പറയണേ ഉമ്മാനെ വൃദ്ധസദനത്തിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ. ഇജ് നോക്കുഞ്ഞിട്ട് അന്നെ കിട്ടൂലല്ലോ. ഞാൻ ഈ വീട്ടിലേക്ക് പിന്നെ നിങ്ങൾ കടക്കായക്കൂല. പിന്നെ ഞാൻ ഉമ്മാനായിട്ട് തെണ്ടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. എനിക്കിപ്പോൾ ഇവിടെ വലിയതുണ്ടായിട്ടൊന്നുമല്ല. പിന്നെ വൃത്തികേട് കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ നാസർ ഖാൻ്റെ ഒരു സംസാരം കേൾക്കുമ്പോൾ ഇറങ്ങി പോവാൻ തോന്നാറുണ്ട്. പിന്നെ എങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാ. ആ ഉമ്മ അവിടെ നിൽക്കണോടത്ത് നിന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഉമ്മാക്ക് അവിടെ വെയിലും മഴയും കൊള്ളാതെ കിട്ടുന്ന ഭക്ഷണം കഴിച്ച് അവിടെ ഇരിക്കാലോ. ഇവിടെ ആകുമ്പോഴോ തിന്നാനും കുടിക്കാനും കൊടുക്കാൻ ഒരാളുണ്ടാവില്ല. പിന്നെ എപ്പോഴും ഈ പ്രശ്നങ്ങളും തിരക്കും. പിന്നെ നാസർക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം അടിച്ച് വന്ന് ആ തിരക്കൂടലും എല്ലാം കൂടെ ആയിട്ട് ഉമ്മാക്ക് കിട്ടുന്ന പെൻഷൻ വരെ ഇക്കാക്ക് വാങ്ങിക്കൊണ്ടുപോകും. അതുകൊണ്ട് ഞാനും വിചാരിച്ചു അവിടെ നിന്നോട്ടെ എന്നുള്ളത്. ശരിക്കും റായിലയുടെ വാക്കുകൾ കേട്ട് ഷെറീനാക്ക് ദേഷ്യമാണ് വന്നത്. എടി പെണ്ണേ, പിന്നെ ഇജ ഉസ്താദിൻ്റെ കെണി പെട്ടുകാണ്ടേ നന്നായിക്കണി അരിച്ചു കണ്ട അത്ര നന്നാവൊന്നുമില്ല മോളെ. എന്താന്നില്ല, ഓളൊരു ക്ലാസ്സുകാരുത്തി. അല്ലെങ്കിലും കുറേ സോലിഹായി നിൽക്കുന്ന ആൾക്കാരെ ഉള്ളത്ര നല്ലതൊന്നാവില്ല. എന്തെൻ്റെ ഉദ്ദേശം? ഒന്നുമില്ല താത്ത, കുറേയൊക്കെ തെറ്റും കുറ്റമൊക്കെ ചെയ്തില്ലേ. നിങ്ങളെ കൂടെ കൂടിയിട്ട് ഞാൻ പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ കാട്ടിക്കൂട്ടി സ്വർണ്ണവും പണമൊക്കെ എടുത്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറുണ്ട് അത് അവർക്ക് എടുത്ത് കൊടുക്കായിട്ട്. നമ്മളെ വീടിൻ്റെ മുറ്റത്ത് എവിടെയൊക്കെയോ കുഴിച്ചിട്ടിട്ടുണ്ടത് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ എന്താ ചെയ്യുക, കിട്ടാനില്ല. എന്താ ചെയ്യുക? നമ്മൾ കുറേ തിരഞ്ഞില്ലേ. ഇജ്ജ് പൊന്നാര പെണ്ണഞ്ഞ് ആ കേസ് ഇജ്ജ് കുത്തിപ്പൊന്തിച്ച് ഉണ്ടാക്കല്ലേ. അതൊക്കെ അവിടെ കഴിഞ്ഞു പോയതാണ്. ഇനി എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ നിൽക്കല്ലേ ഇജ്ജ്. എന്നാലും താത്ത, ഞാൻ ആ കുട്ടികളൊക്കെ ഒന്ന് കാണാൻ പോവും, അത് ഉറപ്പാണ്. ഇജ്ജ് എന്തീ പറയണത്? എന്ത് കാണാൻ പോകുന്നേ? ഇജ്ജെങ്ങാനും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തന്നെ എനിക്ക് പോകാൻ മടി മറ്റൊന്നുകൊണ്ടുമല്ല. ഓല പോലീസ് എങ്ങനെ കേൾക്കണ്ട്. ഇപ്പം എൻ്റെ മാപ്പിള വിളിച്ച് പറഞ്ഞിരിക്കണ് ഓള് പ്രസവിച്ചിരിക്കണ 2 കുട്ടികളാണ്. മൂപ്പർക്ക് കണ്ട് കെട്ടിയാൽ മതിയെന്നാ ഓളെ അത്രക്ക് ഇതുണ്ടെങ്കിൽ. താത്ത, നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ തെറ്റിവിടെ ഒന്ന് നിൽക്കണം? നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലേക്ക് പോയിക്കൂടെ? എന്തിനാടി എനിക്ക് ഇഞ്ഞിട്ട് ഈ വീട് സ്വന്തമാക്കാനാ? എനിക്ക് വീടും സ്ഥലവും ഒന്നും വേണ്ട. എനിക്ക് ഉമ്മാനെങ്ങനെങ്കിലും രക്ഷപ്പെടുത്തി കിട്ടിയാൽ മതിയെന്നാ. പക്ഷേ അതിനല്ല, ഇപ്പോൾ ഇവിടെ നിൽക്കാൻ കാക്ക സമ്മതിക്കൂല. കാക്കാൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലേ. അത് ഓൻ്റെ സ്വഭാവം അങ്ങനെ. അതിന് എനിക്കൊരു കുഴപ്പമില്ല. എനിക്കിപ്പോൾ എന്താ, ഓനോ എൻ്റെ വീട്ടിലല്ലേ നിൽക്കുക. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ നാസർ അങ്ങോട്ട് കയറി വരുന്നു. എന്നാൽ ഷെറീനെ കണ്ടപാട് തന്നെ പറഞ്ഞു, നാസർ എജ് അറിഞ്ഞോ? എന്താടി? അതെ, എൻ്റെ ആദ്യത്തെ പെണ്ണുങ്ങൾ പ്രസവിച്ചിക്കണ്. 2 ഇരട്ട കുട്ടികൾ ഓൾക്ക് ഉള്ളയിക്കണത്. അത് ഓളെ കുട്ടികളാവില്ല. ഓൾക്ക് പ്രസവിക്കാനുള്ള ശേഷിയൊന്നുമില്ല. ഓള് മച്ചിയാണ്. ശരിക്കും നാസറിൻ്റെ വാക്കുകൾ കേട്ട് ഷെറീനെ ചിരിച്ചു. അതന്നെ ഞാൻ പറഞ്ഞത്, അത് ഓളെ കുട്ടികളൊന്നാവില്ല. അതൊക്കെ വെറും ആരുടെങ്കിലൊക്കെ ദത്തെടുത്ത് കുട്ടികളായിരിക്കും. പിന്നെ എന്താന്നില്ലേ. അവർ 2 പേരും അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. എന്നാൽ റാഹില വിചാരിച്ചു, എന്തായാലും വേണ്ടില്ല, കുട്ടികളെ കാണാൻ പോകണം. കാണാതിരിക്കാൻ പറ്റൂല. കാര്യമൊന്നുമില്ലെങ്കിൽ ഓൾ ഇവിടെ ജീവിച്ച പെണ്ണല്ലേ. ആ പെണ്ണിന് കുട്ടികളെ കാണാൻ പോവാന്നുള്ളതിനിപ്പോൾ ഒരാളെ സമ്മതം എനിക്ക് വേണ്ട. പിന്നെ എൻ്റെ മോള്, എൻ്റെ ഭർത്താവ്, ആ ഒരു ചിന്തയേ ഉള്ളൂ.
എന്താ ചെയ്യുക, ഭർത്താവിനോട് പ്രശ്നമാക്കി പോന്നതിൻ്റെ ശേഷം എൻ്റെ മോളെ ഓല് കൊണ്ടുപോയി. ഭർത്താവ് വേറെ കല്യാണം കഴിച്ചിരിക്കണമെന്നോ എന്തൊക്കെയെന്നൊക്കെ പറഞ്ഞും കേട്ടീന്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു വീട്ടിലായി താമസം, വേറെ ഒടുക്കും എനിക്ക് പോകാമല്ലോ. നല്ല നല്ല രീതിയിലാണെങ്കിൽ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കായിരുന്നു. പക്ഷേ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ പ്രശ്നമായി ഇങ്ങോട്ട് പോന്നു. ഇപ്പോൾ തോന്നുകയാണ് അവരുടെ കൂടെ ജീവിതമായിരുന്നു നല്ലത് എന്നുള്ളത്. അല്ലാതെ ഇവിടെ ഇങ്ങനെ ഇവരടി നിരകിച്ച് കഴിയാനാവൂല. ഇവരോരോ ചീത്ത പറഞ്ഞ്, പ്രത്യേകിച്ച് ഷെറിയനത്താത്ത നല്ലോണം എന്നെ പറയുന്നുണ്ട് ഇപ്പോൾ. പഴയ പോലെ ഒന്നല്ല, പഴയ രീതിയിൽ ഞാൻ ഇത്താത്താക്ക് സപ്പോർട്ടായി നിൽക്കുമ്പോൾ നല്ല സന്തോഷമായിരുന്നു. ഇപ്പം എതിരായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ നേർക്ക് ഇളകി വരും. അതുകൊണ്ടാണ് ഞാനത്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കണേ ഇഷ്ടമല്ല. പറ്റുന്നുണ്ടെങ്കിൽ ഉമ്മാനെ കൂട്ടി അങ്ങോട്ട് പോവുകയാണെങ്കിൽ നല്ല കാര്യം. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ ഇനി സമ്മതിക്കുമോ എന്തോ അറിയില്ല. ഞാനായിട്ട് ഇറങ്ങി പോന്നാണ് എൻ്റെ മോളെയും പിടിച്ചിട്ട്. പിന്നെ മോളെ ദുരിതം കൊണ്ട് അങ്ങോട്ട് പോയി. ഏതായാലും ഇവിടെ എനിക്ക് ജീവിക്കാൻ വലിയ സമാധാനമൊന്നുമില്ല. എന്തായാലും വേണ്ടിയില്ല, പുത്തൻ വീട് തറവാട്ടിക്കൊന്ന് പോകണം. അവിടെ പോയിട്ട് പണിയെടുത്ത് ജീവിച്ചാലും വേണ്ടിയില്ല. അവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ഉമ്മാനെയും സൈബാനൊക്കെ സഹായിച്ച് ജീവിക്കുകയാണെങ്കിലും വേണ്ടിയില്ല, അവിടെ പോകണം. അതാണ് എനിക്ക് താല്പര്യം. സമീറാൻ്റെ കുട്ടികളെ നോക്കാൻ എന്നുള്ള പേരിൽ ഇന്നെ അവിടെ കയറ്റുമാവോ? റാഹില ഓരോന്ന് ചിന്തിക്കുകയാണ്. എന്താണ് ഇജ്ജ് ചിന്തിച്ചു കൂട്ടുന്നത്? ഓരോന്ന് ചിന്തിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇജ്ജ് എവിടുക്കും ഇവിടുന്ന് പോവില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട. എന്നാൽ റാഹില ഒന്നും മിണ്ടിയില്ല. കാരണം ആങ്ങളെയും ഏട്ടത്തിയും ഒന്നാണ്. അവരെപ്പോഴും എന്നെ കുറ്റപ്പെടുത്തും രണ്ടുപേരും. പക്ഷേ എനിക്കത് കേട്ട് ശീലമായി. എന്നാൽ ഈ സമയം പുത്തൻ വീട് തറവാട്ടിൽ സമീറ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഓർത്തുപോയി, ഒരു കാലത്ത് വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സമീറയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഗ്രാമത്തിലെ ചിലരുടെ നാവുകൾ അവളെ ഹൃദയത്തെ വേദനിപ്പിച്ചിരുന്നു. ഇത്രയും വർഷമായിട്ടും കുഞ്ഞുങ്ങളായില്ലേ? എത്ര ദിവസമായി? ഈ എന്താ മച്ചിയാണോ? ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവോ? അത്തരം ചോദ്യങ്ങൾ ഓരോ ദിവസവും അവളുടെ ഹൃദയത്തിൽ മുറിവുകൾ തീർത്തു. പല രാത്രികളും എല്ലാവരും ഉറങ്ങി കഴിഞ്ഞ ശേഷം അവൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിരുന്നു. എന്നാൽ പോരാത്തതിന് ഭർത്താവ് നാസറിൻ്റെ പീഡനങ്ങളും. അദ്ദേഹം വരും മദ്യപിച്ചുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ ആ കൊടിയ പീഡനം ഒരുപാട് സഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റൂമിൽ പോലും ചിലപ്പോൾ കിടക്കാൻ സമ്മതിച്ചില്ല. ഇറങ്ങിപ്പോയിക്കൂടെ നാണമില്ലാത്തവളെ എന്ന് പറഞ്ഞ് ഒരുപാട് എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്നാൽ അതിനിടയിൽ അതാ ഒരിക്കൽ വാതിൽ കുറ്റിയിട്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ ആ ചായ്പിൽ കിടന്നിട്ടുണ്ട്. പാവം, ആ ഉമ്മയുടെ അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമായിരുന്നു. സമീർ അവളുടെ ഭർത്താവിൻ്റെ ഉമ്മയെക്കുറിച്ച് ഓർത്തു. പാവമായിരുന്നു. ആദ്യമൊക്കെ കുറച്ച് അല്പം മോശമായിരുന്നെങ്കിലും പിന്നീട് അവർ പാവമായി മാറി. എന്താ ചെയ്യുക, ആരും നോക്കൂല അവരെ. അവരുടെ സ്ഥിതി എന്താണാവോ? വൃദ്ധസദനത്തിലാണ്. മോചിപ്പിക്കണമെന്ന് തോന്നും. പക്ഷേ മോചിപ്പിച്ചിട്ടും എന്തിനാ? അവരുടെ ഉപദ്രവം സഹിക്കാനോ? ഒരു നിമിഷം അവൾ അത് ചിന്തിച്ചു. എന്നാൽ ആ കണ്ണീരിനിടയിലും അവൾ ഒരു കാര്യം മാത്രം വിട്ടില്ല. ഓരോ നമസ്കാരത്തിന് ശേഷവും അവൾ കൈകളുയർത്തി പറഞ്ഞുകൊണ്ടിരുന്നു, യാ റബ്ബേ, നീ എൻ്റെ വേദനകളും വിഷമങ്ങളെല്ലാം മനസ്സിലാക്കണേ അല്ലാ. എൻ്റെ ഹൃദയം നിൻ്റെ വിധിയിൽ പൂർണ്ണമായും തൃപ്തിപ്പെടാൻ സഹായിക്കണമേ അല്ലാ. ആയിഷമ്മ അന്ന് പലപ്പോഴും അത് സമീറയുടെ അടുത്തേക്ക് വന്നു. മോളെ 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 കിടന്നിട്ടില്ലേ? ഉറങ്ങിയിട്ടില്ലേ? ഉമ്മ ഒന്ന് ഉറങ്ങിക്കാളി, കയ്യും കാലും നീട്ടിച്ച് നല്ലോണം കിടന്നാളി. പിന്നെ ആരെങ്കിലുമൊക്കെ കാണാൻ വരുമ്പോഴേ മനുഷ്യന്മാരെ വാക്കുകൾ കേട്ട് തകരരുതിട്ടോ. എല്ലാവരും ഇനി കാണാൻ വരുന്നോല് പലതും പറയും. എന്ത് പറയും? ഇജ്ജ് മച്ചിയായിന്, എനിക്കിപ്പോൾ ഇങ്ങനെ ഇരട്ട കുട്ടികളെ കിട്ടിയത്, അങ്ങനെയൊക്കെ പറയും. അതൊന്നും മോള് കേട്ട് വിഷമിക്കരുത് കേട്ടാ. അള്ളാഹുവിൻ്റെ സമയം ഏറ്റവും മനോഹരമായ സമയമാണിപ്പോൾ എൻ്റെ മോൾക്ക്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ സമീറക്ക് ആശ്വാസമായിരുന്നു. ഇന്ന് സമീറയുടെ നെഞ്ചോട് ചേർത്ത് 2 കുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങൾ ശാന്തമായി ഉറങ്ങുകയാണ്. അവൾക്ക് വിശ്വസിക്കാൻ പോലും പ്രയാസമായിരുന്നു. റബ്ബേ, അവൾ മൃദുവായി പറഞ്ഞു, എൻ്റെ കണ്ണീരിൻ്റെ ഓരോ തുള്ളിയും നീ കണ്ടിരുന്നു അല്ലേ? അവളുടെ കവിളിലൂടെ വീണ്ടും കണ്ണീരൊഴുകി. പക്ഷെ ഇത്തവണ അത് സന്തോഷത്തിൻ്റെ കണ്ണീരായിരുന്നു. അപ്പോഴേക്കും ആയിഷമ്മ മുറിയിലേക്ക് പതുക്കെ വന്നു. മോളെ സമീറ, എന്താ മോളെ കണ്ണൊക്കെ വല്ലാണ്ട് ചുവന്നിരിക്കുന്നല്ലോ? അതെ, സമീറയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു. മോളെ എന്തിനാ കരയണത്? സമീറ ഉമ്മയെ നോക്കി പുഞ്ചിരിച്ചു. ഉമ്മ, ഞാൻ അറിയാതെ സന്തോഷം കൊണ്ട്. അവൾ 2 കുഞ്ഞുങ്ങളെ നോക്കി. ഉമ്മ, ഒരിക്കൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ ദിവസങ്ങൾ ഓർമ്മ വന്നു. ഇന്ന് അതേ ഞാൻ 2 മക്കളുടെ ഉമ്മയായിരിക്കുകയാണ്. മച്ചിക്ക് പോകാനായില്ല ഇവിടുന്ന്. പുറത്ത് പോയിക്കൂടെ മച്ചി നിനക്ക്? എന്തൊരു നാണക്കേടാണ് എന്ന് പറയുമ്പോൾ ഉമ്മ,
എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാ എൻ്റെ മടിയിൽ 2 മക്കളാണ് അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളത്. മോളെ, അതാണ് പറഞ്ഞ ക്ഷമ. ക്ഷമ ഈമാൻ്റെ ഭാഗമാണെന്നല്ലേ? മോൾക്ക് ക്ഷമിച്ചപ്പോൾ കിട്ടിയത് കണ്ടില്ലേ? നല്ല സോലിഹായ, നല്ല ഹൈറായ, നല്ല ആൺകുട്ടികളെ കിട്ടിയില്ലേ മോളെ? അതാണ് പറഞ്ഞത്, ക്ഷമ വേണം എന്ന്. അള്ളാഹു ഒരിക്കലും തൻ്റെ അടിമയുടെ ദുആ വെറുതെ ആക്കില്ല മോളെ. ചിലപ്പോൾ അവന് കാത്തിരിപ്പിക്കും. കാരണം കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, നമ്മളെ ക്ഷമ പരീക്ഷിക്കാനാണ്. പക്ഷെ അത് നൽകുമ്പോൾ പ്രതീക്ഷിച്ചതിലും മനോഹരമായിരിക്കും. പൊന്നും മോളെ, മക്കളില്ലാത്ത എത്രയോ ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം ഒരു മക്കളുണ്ടാകുക, അല്ലെങ്കിൽ ഒരു കുഞ്ഞു മോനുണ്ടാകുക, മോളുണ്ടാകുക എന്ന് പറഞ്ഞാലേ ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും വല്ലാത്തൊരു സ്വപ്നമാണത്. അള്ളാഹു എല്ലാവർക്കും കൊടുക്കട്ടെ, ആമീൻ. അതെ ഉമ്മ, ഞാൻ ഒരാൾ ചോദിച്ചു, അല്ലാ എനിക്കൊരു കുഞ്ഞിനെ നീ നൽകല്ല. പക്ഷേ റബ്ബ് എനിക്ക് 2 പേരെ തന്നു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ആ ചിരിയിലും കണ്ണുനീരുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഉസ്താദ് വീണ്ടും മുറിയിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെറിയൊരു മുസ്ഹഫ് ഉണ്ടായിരുന്നു. അദ്ദേഹം സമീറയുടെ അരികിലിരുന്നു. ഇന്ന് രാത്രി നമുക്ക് അള്ളാഹുവിനോട് നന്നായിട്ട് ശുക്ർ പറയണം. ഷമീറ ശാന്തമായി തലകുലുക്കി. ഉസ്താദ് ഖുർആനിൽ നിന്നും ഏതാനും ആയത്തുകൾ പാരായണം ചെയ്തു. ആ പാരായണത്തിൻ്റെ മാധുര്യം മുറിയിലാകെ നിറഞ്ഞു. 2 കുഞ്ഞുങ്ങളും അതിശയകരമായി ശാന്തരായി കിടന്നു. ആയുഷമ്മ മൃദുവായി പറഞ്ഞു, ഖുർആന്റെ ശബ്ദം കേട്ടാണ് ഇവരുടെ ജീവിതം തുടങ്ങുന്നത്. ഉസ്താദ് പുഞ്ചിരിച്ചു. അള്ളാഹു ഇവരെ ഖുർആന്റെ ആളുകളാക്കട്ടെ, ആമീൻ. മുറിയിലുണ്ടായിരുന്ന എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. രാത്രി കൂടുതൽ ആഴമായി. റുക്യാത്ത വീട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങി. എന്നാലും എടി ഐഷോ, ഞാൻ ഒന്ന് പോയി പോരട്ടാ. ഏതായാലും പോകുന്നതിന് മുമ്പ് അവർ സമീറയുടെ അരികിൽ വന്ന് പറഞ്ഞു, മോളെ നന്നായിട്ട് വിശ്രമിക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾ കരയുമ്പോൾ ഭയപ്പെടേണ്ട. ഓരോ ദിവസവും നിങ്ങൾ പരസ്പരം പഠിച്ചുകൊണ്ടിരിക്കും. സമീറ അവളുടെ കൈകൾ പിടിച്ചു. റുക്യാത്ത, എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദിവസം സമ്മാനിച്ചതിന് നന്ദി. പഠിച്ചോങ്ങ് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. റുക്യാത്ത പുഞ്ചിരിച്ചു. എടി, നന്ദി പറയേണ്ട എന്നോടല്ല, അള്ളാഹുവിനോടാണ്. അവർ യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു. മുറിയിൽ വീണ്ടും നിശബ്ദത. സമീറ 2 കുഞ്ഞുങ്ങളെയും മാറി മാറി നെറ്റിയിൽ ചുംബിച്ചു. എൻ്റെ മക്കളെ, അവൾ മൃദുവായി പറഞ്ഞു, നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ദിവസം എൻ്റെ എല്ലാ പഴയ കണ്ണീരും അള്ളാഹു തുടച്ചു മാറ്റി. ആ രാത്രി അവൾ ഉറങ്ങുന്നതിന് മുമ്പ് കൈകൾ ഉയർത്തി അവസാനമായി ഒരു ദുആ കൂടി ചെയ്തു. യാ റബ്ബേ, ഈ 2 അനുഗ്രഹങ്ങളെ എനിക്ക് ഏൽപ്പിച്ച അമാനത്തായി കാക്കാൻ സഹായിക്കണമേ. അവർ നിന്റെ ഇഷ്ടമുള്ള ജീവിതം നയിക്കുന്നവരാകട്ടെ. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഈമാനും സ്നേഹവും നിലനിൽക്കട്ടെ, ആമീൻ. ആ രാത്രിയിലെ ദുആക്ക് സാക്ഷിയായി മുറിയിൽ ഒരു സമാധാനം നിറഞ്ഞു നിന്നു. 2 കുഞ്ഞുങ്ങളും ഉമ്മയുടെ അരികിൽ ശാന്തമായി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതാ ഐഷു ഉപ്പച്ചിയുടെ അടുക്കൽ നിന്നും വരുന്നു. ഉപ്പച്ചി, എനിക്ക് ഉമ്മിൻ്റെ അടുത്ത് പോകണം. മോളെ, അതിനെന്താ? ആ രാത്രിയിൽ അതാ ഉസ്താദ് അവളെയും കൊണ്ട് സമീറയുടെ അരികിലേക്ക് വരുന്നു. ഷമി, ആ ഉസ്താദേ. ഷമി, ഐഷുവിന് മക്കളെ കാണണം, മക്കളെടുത്ത് കിടക്കണം എന്നാണ് പറയുന്നത്. ഇക്ക, ഇതാ ഇവിടെ ഇരിക്കി. ഞാൻ പോട്ടെ പെണ്ണെ, പ്രസവിച്ച് കിടക്കുന്ന റൂമിൽ ആണുങ്ങൾ വന്നിരിക്കണം അത്ര നല്ലതല്ല എന്നാണ് പഴയ ആൾക്കാരൊക്കെ പറയാറുള്ളത്. പക്ഷേ മോൾക്ക് കാണാൻ കൊതിയായപ്പോൾ ഞാൻ വന്നതാണ്. ശരിക്കും ഉസ്താദ് അതാ സമീറയുടെ അരികിലെത്തി. എന്നാൽ ഐഷു കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അവരെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് അവരെ കളിപ്പിക്കുന്ന തിരക്കിലായി. എന്നാൽ ഈ സമയം ഉസ്താദ് അതാ സമീറയുടെ കഴുത്തിലൂടെ കൈയിട്ടു. അവളുടെ ആ ഒരു മനോഹരമായ തുടുത്ത കവിൾ പതുക്കെ നുള്ളിക്കൊണ്ട് പറഞ്ഞു, ഷെമി, ഒരുപാട് വേദന സഹിച്ചോ എൻ്റെ കുട്ടി? ഏയ് ഇല്ലിക്ക, അതൊക്കെ ഒരു സന്തോഷത്തിൻ്റെ വേദനയല്ലേ. അപ്പം അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം നോക്കിക്കേ ഇക്ക. നമുക്ക് നമ്മളെ 3 മക്കളെയും നല്ല രീതിയിൽ നോക്കണം കേട്ടോ. ഷെമി, എനിക്ക് നീ തന്ന സമ്മാനങ്ങൾ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ലടി. അള്ളാഹു എത്ര കാരുണ്യവാനല്ലേ ഇക്ക, സത്യമായിട്ടും. എന്നാൽ സമീറയുടെ ആ കവിൾ മുറുകെ ഉസ്താദ് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. മോളെ, എനിക്ക് അള്ളാഹു നൽകിയ നിധിയാണ് പൊന്നെ നീയെ. അതെ, നമുക്ക് അള്ളാഹു 3 മക്കളെ തന്നില്ലപ്പോൾ, അൽഹംദുലില്ലാ. ഇക്ക, അതെ, എൻ്റെയും ഭാഗ്യമാണ് നിങ്ങൾ. ഉസ്താദ് അതാ അവളുടെ കൈകൾ മുറുകെ പിടിച്ചു.
ഉസ്താദിൻ്റെ നെഞ്ചിലേക്ക് അവളുടെ മുഖമമർത്തി അവൾ കരഞ്ഞു. കരയൊന്നും വേണ്ട ഈ സമയത്ത്, ഇനി ഉറങ്ങിക്കോ കേട്ടോ, ഞാൻ പോട്ടെ. പിന്നെ സുബൈക്ക് പള്ളിയിലേക്ക് പോകാനുള്ളതാണ്, സുബൈന് മുമ്പായിട്ട് ഞാൻ പോകും. പിന്നെ ഞാൻ പോവോളം ആയുഷു എൻ്റെ കൂടെ ആയിരിക്കും. പിന്നെ ഇവിടെ കുട്ടികളെ ഇടയിലാവുമ്പോൾ ഇനിയിപ്പോൾ അവളെ കയ്യും കാലും തട്ടി അവറ്റകൾക്ക് എന്തെങ്കിലും 2 പേരല്ലേ, ഒരു കട്ടിലിൽ 4 ആൾ കിടക്കുമ്പോൾ അവർ കുട്ടികൾ കുറച്ചും കൂടി വലുതാണെങ്കിൽ കുഴപ്പമില്ല, സാറില്ല. പിന്നെ ഞാൻ പോട്ടെ കേട്ടോ. ഇക്ക ഇവിടെ കിടന്നോളൂ. സമീറയുടെ ആ വാക്ക്, എൻ്റെ പെണ്ണെ കുറച്ച് കണ്ട് കിടക്കാം, തൽക്കാലം കുറച്ച് ദിവസം കൊണ്ട് കഴിയട്ടെ കേട്ടോ. അങ്ങനെ അതാ സമീറയുടെ നെറുകിൽ വീണ്ടും ചുംബനങ്ങൾ അർപ്പിക്കുന്നു നമ്മുടെ ഉസ്താദ്. പോയിട്ട് വരാം മുത്തേ. ഐഷു വാ പെണ്ണേ, ഇനി കുട്ടികളെ, ഇനി വാവകൾ ചെറുതല്ലേ, അവരെ കൈയും കാലൊക്കെ പിടിച്ച് ഇനിയിപ്പോൾ എന്താവും നാവാ മോളൊന്നേ. അങ്ങനെ അതാ ഉസ്താദ് ഐഷുവിനെ കൊണ്ടുപോകുമ്പോൾ സമീറ പറഞ്ഞു, ഇക്ക അവളുടെ ആഗ്രഹം കൊണ്ടല്ലേ, അവളവിടെ നിന്നോട്ടെ, അതിനെന്താ. അല്ല പെണ്ണേ, ഉറങ്ങിപ്പോയാലേ കുട്ടികളാണ്, നീയും ഉറങ്ങിപ്പോവും അവളും ഉറങ്ങിപ്പോവും. പിന്നെ ചെറിയ കുട്ടികളുടെ മേത്ത് കയ്യും കാലൊക്കെ പുതപ്പോ അങ്ങനെ എന്തെങ്കിലും തട്ടി അങ്ങനെ ആയി കഴിഞ്ഞാലേ അള്ളാ പഠിച്ച റബ്ബ് കാക്കട്ടെ. കുറച്ച് ഉപ്പാൻ്റെ കുട്ടി ഉപ്പച്ചിൻ്റെ കുട്ടിയെ ഐഷു കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കുക കേട്ടോ. കുറച്ചും കൂടി മക്കളൊന്നും വലുതായിട്ട്, ഇതിപ്പോൾ കുഞ്ഞു വാവകളല്ലേ കേട്ടോ. ആയിക്കോട്ടെ രാവിലെ വരാട്ടോ എന്ന് പറഞ്ഞ് മക്കൾക്ക് വീണ്ടും അതാ കുഞ്ഞനിയന്മാർക്ക് ചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ടും സമീറയുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ടും അവൾ ആ റൂമിൽ നിന്ന് യാത്ര തിരിച്ചു പോകുമ്പോഴും അതാ അവളുടെ കണ്ണുകൾ നേരെ അതാ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് തന്നെയായിരുന്നു. നമ്മുടെ ഉസ്താദ് അന്ന് പുലർച്ചെ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോയി. പ്രഭാതത്തിലെ ആദ്യത്തെ ബാങ്കിൻ്റെ ശബ്ദം അത് ഗ്രാമത്തെ ഉണർത്തി. അതെ, ആ ഒരു ബാങ്കുലിനാദം നമ്മുടെ ഫൈസി ഉസ്താദിൻ്റേതായിരുന്നു. സമീറ അത് കേട്ട് ചെവിയോർത്തു. അതെ, ആ സുബഹിൻ്റെ സമയമായപ്പോൾ മക്കളും അത് 2 പേരും ഉണർന്നിട്ടുണ്ട്. അവർ കൈകാലുകളിട്ട് അടിക്കാൻ തുടങ്ങി. പല ശബ്ദങ്ങളും പുറപ്പെടുവിച്ചു കൊണ്ടിരുന്നു. ഒരു നിമിഷം അവൾ ഓർത്തു, അവരുടെ ബാപ്പയുടെ ബാങ്കിൻ്റെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ അതിനവർ ജവാബ് ചൊല്ലുകയായിരിക്കും എന്നുള്ളത്. ആ ദിവസത്തെ പ്രഭാതത്തിന് മറ്റെല്ലാ ദിവസത്തിൽ നിന്നുമുള്ള ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. സൂര്യൻ പതുക്കെ ഉദിച്ചു വരുമ്പോൾ തന്നെ ഒരു വാർത്ത കാറ്റിനേക്കാൾ വേഗത്തിൽ ഗ്രാമത്തിൻ്റെ ഓരോ വീട്ടിലേക്കും എത്തിത്തുടങ്ങി. സമീറയ്ക്ക് ഇരട്ട ആൺകുട്ടികൾ ജനിച്ചു അത്രേ. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക്, ഒരു വഴിയിൽ നിന്ന് അടുത്ത വഴിയിലേക്ക് ആ സന്തോഷ വാർത്ത നിമിഷങ്ങൾക്കകം പടർന്നു. അൽഹംദുലില്ലാ, പലരും അറിയാതെ പറഞ്ഞു. കാരണം സമീറയുടെ ജീവിതം ആ ഗ്രാമത്തിലെ പലർക്കും അറിയാമായിരുന്നു. അവൾ എത്രയോ വർഷം അള്ളാഹുവിനോട് കണ്ണീരോടെ ദുആ ചെയ്തതും എത്രയോ പരീക്ഷണങ്ങൾ ക്ഷമയോടെ സഹിച്ചതും പലരും കണ്ടവരായിരുന്നു. രാവിലെ തന്നെ ആദ്യമെത്തിയത് അയൽ വീട്ടിലെ ഖദീജ ഉമ്മയായിരുന്നു. കയ്യിൽ ചെറിയൊരു പാത്രം. ആയിഷുവോ അകത്തൊക്കെ വരട്ടെ, പോരെ ഖദീജോ, ഇങ്ങോട്ട് കയറിക്കോ. ആയിഷുമ്മ സന്തോഷത്തോടെ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സമീറ കട്ടിലിൽ വിശ്രമിക്കുകയായിരുന്നു. അരികിൽ 2 കുഞ്ഞുങ്ങളും ശാന്തമായി ഉറങ്ങുന്നു. ഖദീജും ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. സുബ്ഹാനല്ലാഹ്, അവളുടെ വായിൽ നിന്ന് അറിയാതെ വാക്കുകൾ വീണു. എന്ത് ഭംഗിയാണ് ഈ കുഞ്ഞുങ്ങളെ കാണാനേ. അവൾ പതുക്കെ അടുത്ത് വന്ന് കുഞ്ഞുങ്ങളെ നോക്കി. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ഈമാനും ആരോഗ്യം തരട്ടെ, ആമീൻ. മുറിയിലുണ്ടായിരുന്ന ഒരു നിമിഷം ഐഷുമാക്ക് ഭയം തോന്നി. പഠിച്ചോനെ, കണ്ണീറൊന്നും തട്ടാൻ ഞാൻ മതിയായിരുന്നു അല്ലാ. അതിന് പിന്നാലെ മറ്റൊരു അയൽക്കാരിയും എത്തി, പിന്നെ മറ്റൊരാൾ. അങ്ങനെ രാവിലെ മുഴുവൻ വീട്ടിലേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. ഓരോരുത്തരും അകത്തേക്ക് കയറുന്നതിന് മുമ്പ് സലാം പറഞ്ഞു. തലേ ദിവസത്തെ പ്രസവം കാര്യങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞതൊക്കെ പിന്നീടാണ്. ഓരോരുത്തരും സമീറയെ അഭിനന്ദിച്ചു. നിനക്ക് അള്ളാഹു ഇരട്ട അനുഗ്രഹമാണ് തന്നത് പെണ്ണേ, ഭാഗ്യവതിയാണ് ഈ. മക്കളെ നന്മയുടെ വഴിയിൽ വളർത്താൻ തൗഫീക്ക് നൽകട്ടെ. നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ബർക്കത്ത് നിറയട്ടെ. ഓരോ ദുആയും കേൾക്കുമ്പോൾ സമീറയുടെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞു. ആയിഷുമ്മ എല്ലാവരെയും സ്നേഹത്തോടെ സ്വീകരിച്ചു. എല്ലാവർക്കും ചായ കൊടുത്തു. അള്ളാഹുവിൻ്റെ കരുണ കൊണ്ടാണ് എല്ലാം, അവർ ആവർത്തിച്ച് അതുതന്നെ പറഞ്ഞു. ഒരു സ്ത്രീ സമീറയുടെ അരികിൽ ഇരുന്ന് പറഞ്ഞു, മോളെ, നിന്നെക്കുറിച്ച് എത്രയോ തവണ ഞങ്ങൾ ദുആ ചെയ്തിക്കണേ. ഉസ്താദിൻ്റെ ക്ലാസ്സിന് വരുന്നോലെ മുഴുവനും അനക്ക് വേണ്ടി ദുആ ചെയ്തിക്കണേ. സമീറ വിനയത്തോടെ മറുപടി പറഞ്ഞു, എല്ലാ ദുആകളും അള്ളാഹു സ്വീകരിച്ചു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് അള്ളാഹു നൽകിയത്. അവരുടെ ശബ്ദത്തിൽ അഭിമാനമുണ്ടായിരുന്നില്ല, നന്ദി മാത്രമായിരുന്നു. ഉച്ചയോടെ വീണ്ടും മുറ്റം നിറഞ്ഞു തുടങ്ങി. കുട്ടികളും മുതിർന്നവരും ബന്ധുക്കളും അയൽക്കാരും എല്ലാവരുടെയും മുഖത്ത് സന്തോഷം. വീട്ടുമുറ്റത്ത് നിന്നുകൊണ്ട് ഷമ്മാസ് എല്ലാവരെയും സ്വീകരിച്ചു. എന്നാൽ ഈ സമയം
ഉമ്മ പറഞ്ഞു, പൊന്നാറിൻ്റെ ഷമ്മാസെ ഏന് ഞാൻ എല്ലാവരും ഒന്ന് വിളിച്ചാന്ന് വിചാരിച്ചതിന് മുടിയാഴ്ചയിലും ആയിട്ട് ഇതിപ്പോൾ ആ ഉമ്മ വന്നോട്ടെ ഉമ്മ. ഒരു ഇരട്ട കുട്ടികളൊക്കെ പറയുമ്പോൾ കാണാൻ ഒരു സന്തോഷം ഉണ്ടാവില്ലേ. അൽഹംദുലില്ലാ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം. ഒരു വയോധികൻ ഷമ്മാസിൻ്റെ തോളിൽ കൈവച്ചു, മോനെ, മക്കൾ അള്ളാഹുവിൻ്റെ അമാനത്താണ്, അവരെ സ്നേഹത്തോടെയും നല്ല അഖ്ലാഖോടെയും വളർത്തണം ഇൻഷാ അള്ളാഹ്. ഷമ്മാസ് ആദരവോടെ മറുപടി പറഞ്ഞു. അകത്ത് സമീറ കുഞ്ഞുങ്ങളെ നോക്കുകയായിരുന്നു. ഇടയ്ക്കിടെ ഓരോരുത്തരും അടുത്തു വന്ന് കുഞ്ഞുങ്ങളുടെ മുഖം കണ്ട് സന്തോഷത്തോടെ ദുആ പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രം, റബ്ബേ, ഇതെല്ലാം നിന്റെ കരുണയാണ്. എന്നാൽ ചിലർക്ക് ചില രീതിയിൽ അസൂയമുണ്ട്. എന്നാലുമില്ലേ, കിട്ടിയല്ലോ ഓൾക്ക്. മച്ചീന്ന് പറഞ്ഞ് ഇറക്കി വിട്ടത് ഇനോളെ പെരിയുന്ന് പുതിയാപ്പിള. എന്നിട്ടിപ്പോൾ എന്താ, ഈ ഒരു ഉസ്താദിനെ കെട്ടിയതോട് കൂടി ഓള് കഴിച്ചില്ലായി. ഭാഗ്യവതിയാണോള്. അതായത് ഒന്നുമല്ല, ഓൾക്കെന്ന് വെച്ചാൽ വല്ലാത്ത സൗഭാഗ്യം. നല്ല സുന്ദരനായ ഒരു ഉസ്താദും 2 ഉസ്താദിനെ പോലുള്ള 2 മക്കളും. അപ്പോഴേക്കും ഉസ്താദ് മുറിയിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ, ഇന്ന് നമ്മുടെ വീട്ടിൽ വരുന്ന ഓരോരുത്തരും കുഞ്ഞുങ്ങളെ കാണാൻ വരുമ്പോഴേ അവരൊക്കെ ദുആ ചെയ്തിട്ടാണ് പോകുന്നത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ആയിഷുമ്മ പുഞ്ചിരിച്ചു. അതിനും വലിയ സമ്പത്ത് വേറെ ഉണ്ടോ മോനെ? നമുക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതിനല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. ഉസ്താദ് കുഞ്ഞുങ്ങളെ നോക്കി പറഞ്ഞു, അള്ളാഹു ഇവരെ ഈമാനിൽ ഉറച്ചവരാക്കട്ടെ. മാതാപിതാക്കൾക്ക് സദഖത്തുൽ ജാരിയായ തീരുന്ന മക്കളാകട്ടെ. ആമീൻ. വീണ്ടും എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ വീട് പതുക്കെ ശാന്തമായി. വന്നവരെല്ലാം യാത്ര പറഞ്ഞ് മടങ്ങി. പോകുന്നതിന് മുമ്പ് ഓരോരുത്തരും സമീറയോട് ഒരേ ഒരു കാര്യം പറഞ്ഞു, അതെ, നല്ലോണം ശരീരം നോക്കിക്കൊണ്ടേ, കുഞ്ഞുങ്ങൾ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എപ്പോഴും ഞങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നല്ല മട്ടത്തിൽ കിടന്നോണ്ടി, കാരണം ഈ 2 കുട്ടികൾ നമുക്ക് ഒരുപോലെ നോക്കാനുള്ളതാണ്. ഒരുപാട് മണ്ടിപ്പായ തുടങ്ങിയാൽ കുറേ പായണ്ടിരും നമ്മൾ വൈത്തല. എന്നാലും സമീറാക്ക് സന്തോഷമായിരുന്നു. അള്ളാഹുവേ, എൻ്റെ കുഞ്ഞുങ്ങളെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വന്നവരൊക്കെ നല്ല രീതിയിൽ തന്നെ സ്നേഹവും പ്രാർത്ഥനയും കൊണ്ട് വീടിനെ കൂടുതൽ സന്തോഷപൂർണ്ണമാക്കി. സൂര്യൻ അസ്തമിക്കുമ്പോൾ വീട്ടുമുറ്റത്ത് ഒരു നിശബ്ദത മടങ്ങിയെത്തി. സമീറ ജനൽ വഴി പുറത്തേക്ക് നോക്കി. പിന്നെ 2 കുഞ്ഞുങ്ങളെയും മാറി മാറി നെറ്റിയിൽ ചുംബിച്ചു. അവരുടെ ചുണ്ടുകളിൽ നിന്നും ആ വാക്കുകൾ വിരിഞ്ഞു. അൽഹംദുലില്ലാ. ഒരു വാക്ക് മാത്രമായിരുന്നില്ല, വർഷങ്ങളായുള്ള കാത്തിരിപ്പിൻ്റെയും കണ്ണീരിൻ്റെയും ദുആകളുടെയും മറുപടിയായിരുന്നു. ആ സായാഹ്നത്തിൽ ആ വീട്ടിൽ നിറഞ്ഞു നിന്നത് ഒരു കുടുംബത്തിൻ്റെ സന്തോഷം മാത്രമായിരുന്നില്ല, അത് അള്ളാഹുവിൻ്റെ കരുണയിൽ പൂർണ്ണ വിശ്വാസം വെച്ച ഒരു ഹൃദയത്തിൻ്റെ വിജയമായിരുന്നു. അങ്ങനെ അതാ സമയം മഗ്‌രിബോട് അടുക്കുകയാണ്. എല്ലാവരും പോയി കഴിഞ്ഞു. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്കൊന്നും തിന്നാനും കൊടുക്കാൻ മര്യാദക്ക് പറ്റിയിട്ടില്ല. ഈ ആൾക്കാരെ വരവും പോക്കും കൊണ്ടേ. പിന്നെ നമ്മൾ ഉസ്താദിൻ്റെ കുട്ടികളെന്ന് വെച്ചാൽ പറയും വേണ്ട, എല്ലാവരും വരവും പോക്കും തന്നെയല്ലേ. ആയിക്കോട്ടെ, എന്നാലും സന്തോഷം റബ്ബേ. എല്ലാവരും കണ്ടോട്ടെ, എല്ലാവരും വിളിച്ചു കണ്ടൊരു പരിപാടി നടത്തണം. ഷാമോനെ, എൻ്റെ കുട്ടി വന്നീലടി. നുസിയേ, ഉമ്മ ഇപ്പോൾ പുറത്തേക്ക് പോയിരുന്നു. ആയിക്കോട്ടെ. എന്ത് ഉമ്മ? ഒന്നുമില്ല. അതെ മോളെ, ഒരു മുടിയാഴ്ചൻ്റെ ഒക്കെ ഒരു കാര്യം പറയാനൊക്കെ ആരോടൊക്കെ ഇത് പറഞ്ഞിട്ട് ഒന്നും പുടിയറില്ലല്ലോ. എങ്ങനെ, ഏതൊക്കെ, എന്തൊക്കെ നമുക്ക് നല്ല മട്ടത്തിൽ ഇത് നടത്തണമല്ലോ. ഏതായാലും പരിപാടിയൊക്കെ ഉണ്ടാവും. എന്നാലും അങ്ങനല്ല, എല്ലായിടത്തും ഇറച്ചി എത്തിച്ചു കൊടുക്കണം. ഇറച്ചി അരിയാണ്ട് കൊടുക്കുക. എന്നാൽ പിന്നെ അവൾക്ക് ബിരിയാണി വെക്കുക, നെയ്ച്ചോറ് വെക്കുക, എന്തായാലും ചെയ്യുക. പോത്തിനെ അറുത്തുകാണ്ട് നെയ്ച്ചോറിൻ്റെ അരിയും കൊടുക്കുക, അതിക്കുള്ള നെയ്യും മരുന്നും പിന്നെ ഇറച്ചിയും. അങ്ങനെ ആയാൽ അവൾക്ക് പെട്ടെന്ന് ബിരിയാണി വെക്കാൻ എളുപ്പമാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഷാമോനോട് ചോദിച്ചു നോക്കട്ടെ, ഒരു ബിരിയാണി കിറ്റിലുള്ള അതിക്കുള്ള പച്ചക്കറിയും കാര്യങ്ങളും അതും അങ്ങനെ കൊടുക്കാം. മുടിയാഴ്ചയിൽ ഏതായാലും ഇവിടെ കഴിച്ചണം നല്ല മട്ടത്തിന്. ചോറൊക്കെ വെച്ച് കഴിച്ചതിൻ്റെ ശേഷം പിന്നാണ്ട് പോണവർക്ക് അങ്ങനെ ഒരു കിറ്റും ആണെങ്കിൽ കൊടുക്കാം. ഐഷുമ്മയുടെ മനസ്സിൽ പല പല ചിന്തകൾ. കാരണം മറ്റൊന്നുമല്ല, ഇത്രക്കും നല്ല അനുഗ്രഹം അള്ളാഹു നൽകിയിട്ട് അള്ളാഹുവിന് നന്ദി പറയണ്ടേ നമ്മൾ. ഇനിയിപ്പോൾ കുട്ടികൾക്ക് പേര് വെക്കണം. റബ്ബേ, പേര് വെക്കണം. അള്ളാഹ്, അൽഹംദുലില്ലാ. ഏതായാലും വല്ലാത്തൊരു സന്തോഷം. എന്നാൽ ഈ സമയം അതാ പുത്തൻവീട് തറവാടിൻ്റെ വാതിൽ ഒരു മുട്ട് കേൾക്കുന്നു. ഐഷുമ്മ, ആരാ റബ്ബേ വാതിലിന് മുട്ടുണ്ട്? നുസിയെ, ആരാ ഒന്ന് പോയാക്കണി മാട്ടി. അപ്പോൾ തന്നെ നുസീബ വാതിൽ തുറന്നു. രാഹില, ഞാൻ അകത്തേക്ക്. ഐഷുമ്മ എവിടെ? ഞാൻ വിളിക്കും ഉമ്മാനെ. ഉമ്മ, ആ റാഹിലത്താത്ത വന്നിക്കണ്. അത് ശരി. പഠിച്ചോനെ മോളെ, റാഹില അങ്ങോട്ട് കയറിക്കടി.
ഐഷുമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അങ്ങോട്ട് പോരടി, ഇവിടെ ഇരുന്നോ. അത് കുട്ടികളൊക്കെ ഉണ്ടായി പറഞ്ഞപ്പോൾ ഇതുവരെ ആൾക്കാരെ കൊണ്ടൊരു കഥയിന് ഇവിടെ. ഇപ്പോൾ ഞാൻ നീങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങോട്ട് പോരടി, ഇവിടെ ഇരുന്നോ. നുസിയേ, എടി ഒരു ചായക്കള്ളം വെച്ചോ. ആയിക്കോട്ടെ ഉമ്മ. എന്നാൽ അപ്പോഴേക്കും ഉമ്മ അതാ സെമീറുടെ അരികിലെത്തി. മോളെ, എനിക്ക് പരിചയമുള്ള ഒരാൾ വരുന്നുണ്ട്, നീ ഒട്ടും പേടിക്കൊന്നും വേണ്ട, അവളിപ്പോൾ പഴയ പോലെ ഒന്നല്ല. ഉമ്മ ആരാണ്? ശരിക്കും അതാ നമ്മുടെ സെമീറ ഞെട്ടുകയാണ് ചെയ്തത്. മോളെ ഒന്നും കൊണ്ട് പേടിക്കണ്ടേ, ആരുമല്ല, ഇങ്ങോട്ട് പോന്നാ. ഉമ്മ സത്യം പറ, ആരാണ്? മോളെ, എൻ്റെ പൊന്നാര കുട്ടിയേച്ചി പേടിക്കണ്ട. അതെ, റാഹിലേ. റാഹില എന്ന് കേട്ടപ്പോൾ ശരിക്കും സമീറക്ക് ഭയം തോന്നി. കാരണം ഒരു കാലത്ത് തന്നെ കഷ്ടപ്പെടുത്തിയ ആൾക്കാരായിരുന്നു റാഹിലയും ഷമീറയും. അവളുടെ മുഖത്ത് ചെറിയൊരു ഭയം പടർന്നു. എൻ്റെ പൊന്നാര കുട്ടിയെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ, പയ്യന്മാരിൽ ഉസ്താദിൻ്റെ ക്ലാസ് കേട്ട് നന്നയിക്കണേ, ജി ഇടങ്ങാറാക്കല്ലേ മോളെ. എന്തെങ്ങനെ? അങ്ങനെ അതാ റാഹിലയോട് അകത്തേക്ക് വരുവാൻ വേണ്ടി ഐഷുമ പറഞ്ഞു. റാഹില അവിടെ ഇരുന്നോ. എന്നാൽ അത് സെമീറ. ഇത്ത. സമീറ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സമീറ ക്ഷമിക്കണം കേട്ടോ, ഒരുപാട് ഞാൻ എന്നെ വേദനിപ്പിച്ചിരിക്കണ്, ഒരുപാട് വിഷമിപ്പിച്ചിരിക്കണ്, അറിവില്ലാത്ത കാലത്ത് അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയടി. ജിന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരിക്കൽ പോലും ഇപ്പം എനിക്ക് എന്നെക്കുറിച്ച് നല്ല വേദനയാണ്. കാരണം നീ ഒരുപാട് ഇവിടുന്ന് അനുഭവിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ. പൊന്നാര മോളെ, നീ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. എന്തൊക്കെ തന്നെയായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുഗ്രഹം നൽകിയല്ലോ. ഉസ്താദിൻ്റെ ക്ലാസ് ഞാൻ സ്ഥിരമായി കേൾക്കാറുണ്ട്. ഇത്ത ഷെറീനത്തെ എവിടെ? ഷെറീനത്തെ നാസർക്കൊക്കെ അവിടെ ഉണ്ട്, അവരൊക്കെ അതൊന്നും പറയണ്ട മോളെ. ഒന്ന് നന്നായി കിട്ടാൻ ഞാൻ എന്നും പഠിച്ചവനോട് ദുആ ചെയ്യുന്നുണ്ട്. പിന്നെ നാസർക്ക അതിന് പറ്റിയൊരു പെണ്ണും കിട്ടിക്കഴിഞ്ഞാലേ. സമീറ ഒന്നും മിണ്ടിയില്ല. മോളെ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതായത് ഈ അവിടുന്ന് രക്ഷപ്പെട്ടേന്നെ നന്നായി. എൻ്റെ ആങ്ങൾ എന്നെ കെട്ടിയതുകൊണ്ട് പറയല്ല. പിന്നെ എൻ്റെ ഇത്താത്തയായാലും ആങ്ങളെ ദിവസം തോറും പറ്റ മോശമായി വരികയാണ്. ദിവസം വരുമ്പോൾ കുടിച്ച് വരും, എന്നിട്ട് ഒരുപാട് ഞങ്ങളെയൊക്കെ ചീത്ത പറയും. ഷെറീന നല്ലോണം അങ്ങോട്ടും പറയും. പിന്നെ എനിക്ക് അവിടെ നിന്നിട്ടൊരു സുഖം കിട്ടണമെന്നില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അവൾക്ക് വിശ്വാസമില്ല, അവളെന്നെ കളിയാക്കും. പിന്നെ ഞാൻ കുട്ടികളുണ്ടായ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവർ പറയേ പിന്നെ ഓളെ കുട്ടികളാവില്ല വേറുള്ളവരതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വേദനിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് കുട്ടികളെ കാണാൻ ഇറങ്ങരുത് എന്നോട് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് കുട്ടികളെ കാണാനായിട്ട് വല്ലാത്തൊരു പൊറുതിയേട്. കാരണം മറ്റൊന്നുമല്ല, എന്തായാലും നിൻ്റെ കുഞ്ഞുങ്ങളെയല്ലേ, നിന്നെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചതും വിഷമിപ്പിച്ചതും അല്ലേ, അതുകൊണ്ട് തന്നെ നിൻ്റെ കുഞ്ഞുങ്ങളെ കാണണം എനിക്ക് വല്ലാത്തൊരു സന്തോഷം കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നതാണ് അവിടുന്ന്. പിന്നെ മോളെ, നീ പറയോ, അതായത് ഞാൻ ഇവിടെ എന്തെങ്കിലും ജോലി എടുത്ത് ഇവിടെ നിന്നോളാം, എനിക്ക് അവിടെ നിൽക്കാനാവില്ല, അത്രക്കും മോശം സ്വഭാവമാണ് അവരുടേത്. പറയോ ഉമ്മാനോട്, ഞാനിവിടെ മോളെ കുട്ടികളുടെ ക്ഷീല കഴുകിയിട്ടോ അല്ലെങ്കിൽ നിൻ്റെ ഡ്രസ്സ് കഴുകിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇവിടെ നിന്ന് ചെയ്തോളാം, ദയവായി മോള് പറയോ, എനിക്കിവിടെ ഒരു ജോലി തരാൻ, ഞാൻ ഇവിടെ നിന്നോളാം. എന്നാൽ അപ്പോഴേക്കും അത് ഐഷും റാഹിലയെ വിളിച്ചു. എടി റാഹില, ഇങ്ങോട്ട് പോരടി ചായ കുടിക്കാനേ. അങ്ങനെ ഇത് ചായയെല്ലാം കുടിക്കുന്നതിനിടയിൽ റാഹിലയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്തേ പറ്റിയത്? എന്തിനടി കരയുന്നത്? ഒന്നുമില്ലമ്മ, ഏതായാലും സമീറയുടെ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിച്ചു. ആ മക്കളെ കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. മോളെ, അതാണ് പറഞ്ഞ് പഠിച്ചവനോട് നമ്മളടുത്ത് അള്ളാഹു നമുക്ക് എല്ലാം തരുമല്ലോ. എന്നാൽ ഈ സമയം സമീറയോട് പറഞ്ഞ വാക്കുകൾ സമീറ വിചാരിച്ച്, റബ്ബെ ഉമ്മാനോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനായിട്ട് അങ്ങനെ പറയുമ്പോൾ ശരിയല്ലല്ലോ. ഇവിടെ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഞാനത് പറയുമ്പോൾ എനിക്കറിയുന്നില്ല എങ്ങനെ റബ്ബെ ഞാനിത് ഉമ്മാനോട് പറയാം. ഒരു പക്ഷേ ഉമ്മാനോട് പറയുമ്പോൾ ഉമ്മ എന്തെങ്കിലും വിചാരിക്കുമോ എന്നുള്ളൊരു ചിന്തയും ഉണ്ടായിരുന്നു സമീറയുടെ മനസ്സിൽ. കാരണം എന്നെ ഉമ്മ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഇതിലേക്കൊരു വേലക്കാരിയെ കൂടി ഞാൻ ആവശ്യപ്പെടുമ്പോഴേ ഉമ്മ വേറെന്തേ തെറ്റിദ്ധരിക്കുമോ എനിക്കറിയുന്നില്ല. എന്നാൽ റാഹിലത്താത്ത പറഞ്ഞ കാര്യം ആലോചിക്കുമ്പോൾ അതൊരു പാവുണ്ട്, അവിടെ നിൽക്കാൻ അവർക്ക് വയ്യ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഞാൻ ജീവിച്ചോട്ടെ എന്നാണ് പറഞ്ഞത്. കുട്ടികളുടെ ശീല കഴുകിയോ അല്ലെങ്കിൽ സമീറയുടെ ഡ്രസ്സ് അലക്കിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഞാൻ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുന്നത്. എന്താ റബ്ബേ ഞാൻ ചെയ്യാം, എനിക്കറിയുന്നില്ല. എന്നാൽ റാഹിൽ ചായ കുടിച്ച് കൊണ്ടിരിക്കുമ്പോൾ, മോളെ കഴിച്ചോ, എന്നാൽ കുറച്ചുകൊണ്ട് ഒഴിക്കുക, എന്നാ കടി നിന്നോ. ഉമ്മ അവളെ തീറ്റിക്കുകയാണ്.
എന്നാൽ അകത്ത് സൗദക്ക് ഇതൊന്നും പറ്റുന്നില്ല. ഇവിടെ ആരൊക്കെ വരുന്നേ പോകണേ, എല്ലാവർക്കും ചായയും വെള്ളം കൊടുക്കണേ, ഇതൊന്നും നടക്കണ കാര്യമില്ല. എന്താന്നില്ല, എങ്ങനെയാണെങ്കിൽ തറവാട് കുളം തോണ്ടലാവും. എന്നാൽ അതാ റാഹില വീണ്ടും ചായ കുടിച്ചു. പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് കടന്നു വന്നു. ഒരു നിമിഷം റാഹിലയെ കണ്ടപ്പോൾ അതാ ഷമ്മാസ് ഞെട്ടിപ്പോയി. അതെ, അവൻക്ക് പഴയ ഓർമ്മകളാണ് മനസ്സിലേക്ക് വന്നത്. റബ്ബേ അല്ലാ, ഇനിയിപ്പോൾ എന്താന്നാവോ ഇവരുണ്ടാക്കി തീർക്കുന്നത്. ഷമ്മാസിന് നല്ല ഭയം തോന്നി. എന്നാൽ ഈ സമയം സമീറ ഉമ്മയോട് പറയണ്ടെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. എവിടെ ജോലി ചെയ്യുന്ന കാര്യം എന്തായിരിക്കും, സമീർ ഉമ്മയോട് പറയുമോ അതോ പറയണ്ടേ? അത് റാഹിലയെ പുത്തൻവീട് തറവാട്ടിൽ ജോലിക്ക് നിർത്തണ്ടേ? എന്താണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായം? നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.